ഇന്നൊരു ബിരിയാണി റെസിപ്പിയുമായാണ് വന്നിട്ടുള്ളത്. ബിരിയാണി നമ്മൾ പല ടൈപ്പിൽ ഉണ്ടാക്കാറുണ്ട്. ഞാനിന്ന് കാണിക്കുന്നത് ഒരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ്. കണ്ണൂർ സ്റ്റൈലിലെ ഒരു കിടിലൻ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. 1.5 കിലോ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 5 ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, 1 സ്പൂൺ മല്ലിച്ചപ്പ്, 1 സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ ചിക്കൻ 75 മസാല പൗഡറും, 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കുക. ഇനി ഇത് ചിക്കനിലേക്ക് മിക്സാക്കി 20 മിനിറ്റ് മാറ്റി വെക്കാം. അടുത്തതായി ഒരു പാത്രം വെച്ച് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്ക, മുഴുവനായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് 6 മീഡിയം സൈസിൽ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഈ ഉള്ളി വാടുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ചോറും റെഡിയാക്കിയെടുക്കാം. അതിനായിട്ടൊരു വലിയ പാത്രം വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീയും 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഒക്കെ ഇട്ട് കൊടുത്ത് ഒരു ചെറിയൊരു ഉള്ളിയും ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1.5 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. നന്നായി മിക്സ് ചെയ്യുക. ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഉള്ളിയും കൂടി വഴറ്റി കൊടുക്കാം. ഇനി ചിക്കൻ പൊരിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് പൊരിച്ചെടുക്കുക. മസാലയിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് അരി എടുത്തിട്ടുള്ളത്. ഇതിൽ 2 കപ്പ് വെള്ളത്തിന് 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഡ്രെയിൻ ചെയ്ത് വെച്ച അരി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് മൂടി വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരു സൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ വാടിയ ഉള്ളിയിലേക്ക് 5 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത പച്ചമുളകും 3 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കുക. അതിലേക്ക് 4 മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായി മുറിച്ചതും കൂടി ഇട്ടുകൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. 2 ടേബിൾ സ്പൂൺ ചിക്കൻ പൊരിച്ച ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ്റെ നല്ല സ്മെല്ലും ടേസ്റ്റും കിട്ടും. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഒരു ചിക്കൻ മാഗി ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുക. അതെടുക്കാൻ വിട്ടുപോയതാണ്. ഇനി നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുക.
അതും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ഉപയോഗിച്ച് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനും മസാലയും കൂടി നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. അവസാനമായിട്ട് ഒരു അരക്കപ്പ് മല്ലിച്ചപ്പും 1/4 കപ്പ് പുതിനയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മൂടി വെക്കാം. ഇനി ചിക്കനും മസാലയൊക്കെ കൂടി നല്ലപോലെ മിക്സ് ആകണം. ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് ഒരു വലിയ ഉള്ളിയും 1 സ്പൂൺ കറിവേപ്പിലയും കൂടി ഇട്ട് പൊരിച്ചെടുക്കാം. ഇത് ഡെക്കറേഷന് വേണ്ടിയാണ്. പകുതി പൊരിഞ്ഞു വന്നാൽ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കറുത്ത മുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി പൊരിച്ചെടുക്കാം. അങ്ങനെ അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത് ഡെക്കറേഷന് വേണ്ടിയും ദമ്മിടുന്ന സമയത്തും നമുക്ക് ഉപയോഗിക്കാം. പകുതി ചോറെടുത്തിട്ട് ഒരു പാത്രത്തിലാക്കി വെക്കുക. അതിലേക്ക് കുറച്ച് ഗരം മസാല വിതറി കൊടുക്കുക. കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് പൊരിച്ചു വെച്ചിട്ടുള്ള ഉള്ളി അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി അതിന് മുകളിൽ മുഴുവൻ മസാല ഇട്ട് കൊടുക്കുക. അവസാനമായിട്ട് മുഴുവൻ ചോറും അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുത്ത് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക. അങ്ങനെ നമ്മുടെ ചോറ് റെഡിയായി. മല്ലിച്ചപ്പും പൊരിച്ചു വെച്ചിട്ടുള്ള ഉള്ളി അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുത്ത് സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.